ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ 55 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കൊയ്പ്പള്ളി കാരാഴ്മ കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പൊതുരംഗത്തെ സജീവ സാന്നിധ്യമായിരുന്ന ഉച്ചിക്കൽ പടിയിറ്റതിൽ കെ ഗംഗാധരന്റെ ഭാര്യ സാവിത്രി ഗംഗാധരന്റെ സ്മരണാർത്ഥം ഇളയ മകൻ KG ജയൻ സംഭാവനയായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് ഉപകേന്ദ്രം സ്ഥാപിക്കുന്നത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 15ാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റ് വിഹിതം 55 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന കൊയ്പ്പള്ളി കാരാഴ്മ കുടുംബക്ഷേമ ഉപകേന്ദ്രം പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. മാവേലിക്കര, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ പൊതുരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഉച്ചിക്കൽ പടിയിറ്റതിൽ കെ ഗംഗാധരന്റെ ഭാര്യ സാവിത്രി ഗംഗാധരന്റെ സ്മരണാർത്ഥം ഇളയ മകൻ KG ജയൻ സംഭാവനയായി നൽകിയ 5 സെന്റ് സ്ഥലത്താണ് ഉപകേന്ദ്രം സ്ഥാപിക്കുന്നത്. അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുധാകരക്കുറുപ്പ് അധ്യക്ഷനായി. യോഗം അഡ്വക്കേറ്റ് യു പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വേഗത്തിൽ ഇത് ഈ ഭരണസമിതിയുടെ പീരീഡിൽ പെട്ടെന്ന് തന്നെ തീർത്ത് നൽകണമെന്നൊരു അഭ്യർത്ഥന ഇവിടെ വെക്കുകയാണ്. കാരണം ഡോക്ടർ ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞു ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു സബ് സെൻറ്ററിന്. നമ്മളിപ്പോൾ കേരളത്തിന് പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇത്രയധികം ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളം തന്നെയാണ്. എല്ലാവർക്കും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഓടിച്ചെന്ന് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് പോകാനും അതിനേക്കാൾ ഒരു വലിയ അസുഖമാണെങ്കിൽ ജില്ലാ ആശുപത്രികളിലേക്കും മെഡിക്കൽ കോളേജിലേക്കും റെഫർ ചെയ്ത് പോകാനും ഒക്കെ പറ്റുന്ന പൊതുജനാരോഗ്യ സംവിധാനം ഇത്രയധികം മെച്ചപ്പെട്ട ഒരു സംസ്ഥാനം വേറെയില്ല. പലപ്പോഴും നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാതെ പോകുന്ന നമ്മുടെ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമില്ലാത്ത വാർത്തകൾ ചർച്ച ചെയ്യുന്ന കാലഘട്ടത്തിൽ എത്ര പേർക്ക് നല്ല വാർത്തകൾ പലപ്പോഴും ഷെയർ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങളെപ്പോലുള്ളവർ വളരെ പലപ്പോഴും ദുഃഖത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നല്ല വാർത്തകൾ പലപ്പോഴും ഷെയർ ചെയ്യപ്പെടാറില്ല. അപ്പോൾ ഇന്നലെ ഞങ്ങൾ കൊച്ചിയിലൊരു പ്രോഗ്രാം ഒരു മാധ്യമ പ്രവർത്തകൻ മോഡറേറ്റ് ചെയ്ത് 3 MLA മാരും ഒരു എക്കണോമിസ്റ്റും ഒക്കെ പങ്കെടുത്ത ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരിപാടിയിൽ ആ വാർത്ത പരിപാടി മോഡറേറ്റ് ചെയ്ത ആൾ പറയുമായിരുന്നു, നല്ല വാർത്തകൾക്ക് ആളില്ല, അതുകൊണ്ട് തന്നെ മോശം വാർത്തകൾ ഞങ്ങൾ ചെയ്യുന്നു. കാരണം മോശം വാർത്തകൾക്ക് കേൾക്കാൻ ആളുണ്ട്. അതുകൊണ്ടാണ് സമൂഹം ഇഷ്ടപ്പെടുന്നതും ഒത്തിരി. ഇപ്പം നമ്മൾ ഒരു കുഞ്ഞിനെ ഒരാൾ കിണറ്റിലെറിഞ്ഞു കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയം തോന്നുകയാണ്. ഇതെന്ത് കാലമാണിത്? ഇത്രയും പഠിച്ചു, ഇത്രയും വിവരമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടും ഒരാളുടെയും ജീവൻ എടുക്കാനായിട്ട് ഇപ്പോൾ ഒരു റാഗിങ്, ഇന്നിപ്പോൾ ഞാൻ അത് സംസാരിച്ചുകൊണ്ട് വരികയായിരുന്നു. നിയമസഭ വളരെ സീരിയസ് ആയിട്ട് ടേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നൊരു വിഷയമാണ്. ഒരു സന്തോഷ് സാർ അടക്കം അക്കാഡമിക് രംഗത്തെ വളരെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ഒരു വാർത്ത അല്ലേ സാർ? ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, റാഗിങ് ചെയ്തൊക്കെ ആൾക്കാർ പരസ്പരം, എന്നിട്ട് നമ്മൾ പറയുകയാണ് ഇപ്പോഴത്തെ ഒരു തലമുറ, ഇവിടെ തന്നെ നമ്മൾ നോക്കിയറിയാം, ഈ ഒരു പുതിയ തലമുറ എത്ര പേരൊരു
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആലപ്പുഴ DMO ഡോക്ടർ യമുന വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KG സന്തോഷ്, ആദിരാജി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ, സുമ കൃഷ്ണൻ, K ഓമനക്കുട്ടൻ, K അജയൻ, സാബു സുഗതൻ, K വാസുദേവൻ, സോമവല്ലി സാഗർ, ശ്രീകല S, സുമ അജയൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KB ബാലനാരായണൻ, CDS ചെയർപേഴ്സൺ സലൂജ, G അജിത്ത്, അഡ്വക്കേറ്റ് MK ഉണ്ണികൃഷ്ണൻ, മധു വഞ്ചിയിലേത്ത്, C വിജയകുമാർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവനീത നന്ദി പറഞ്ഞു. ഉച്ചിക്കൽ പടിയിറ്റതിൽ KG അജൻ, സീമ ജയൻ എന്നിവരെ MLA പൊന്നാണ്ടെ അടിയിച്ച് ആദരിച്ചു. K സാവിത്രി ഗംഗാധരൻ സ്മാരക ഉപകേന്ദ്രം കൊയ്പ്പള്ളിക്കാരാഴ്മ പുതുപ്പുരയ്ക്കൽ കൊക്കാട്ട് റെയിൽവേ ഗേറ്റ് റോഡിൽ മംഗലശ്ശേരി ജംഗ്ഷനിലാണ് സ്ഥാപിക്കുന്നത്. CDNet ന്യൂസ് കായംകുളം.